Hello friends, welcome to our channel. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്പ്യൂട്ടർ സിസ്റ്റം ആർക്കിടെക്ചർ മൊഡ്യൂൾ 3 വരുന്ന ടോപ്പിക് ആണ് ക്രോസ് ബാർ സ്വിച്ച്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിന് മുന്നായിട്ട് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, എന്താണ് സ്വിച്ച് എന്ന് പറഞ്ഞാൽ ഒരു കണക്റ്റിംഗ് ഡിവൈസ് ആണ് അല്ലേ? കമ്പ്യൂട്ടർ നെറ്റ്വർക്സിൽ വരുന്ന ഒരു കണക്റ്റിംഗ് ഡിവൈസ് ആണ് സ്വിച്ച് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ ഇന്റർ കണക്ഷൻ നെറ്റ്വർക്ക്സ് നമ്മൾ ജസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ? അതായത് പാരലൽ പ്രോസസ്സിംഗ് വരെ മൾട്ടിപ്പിൾ കമ്പ്യൂട്ടേഴ്സിനെ കണക്ട് ചെയ്യണം. എങ്ങനെ വേണ്ടിയാണ്? ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് വേറൊരു കമ്പ്യൂട്ടറിലേക്ക് അല്ലേ എന്ത് ചെയ്യണം? ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യണം. ഒരു സോഴ്സിൽ നിന്ന് ഒരു ഡെസ്റ്റിനേഷനിലേക്ക് എന്ത് ചെയ്യണം? ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യണം അല്ലേ? അപ്പോൾ മൾട്ടിപ്പിൾ പ്രോസസ്സിംഗ് പോസിബിൾ ആക്കിയിരുന്നത് എങ്ങനെയായിരുന്നു? ഇന്റർ കണക്ഷൻ നെറ്റ്വർക്ക് വഴിയാണ് കണക്ട് ചെയ്തിരുന്നത് അല്ലേ? അപ്പോൾ അതിൽ തന്നെ രണ്ട് കാറ്റഗറി വന്നിരുന്നു. അതായത് ഇന്റർ കണക്ഷൻ നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ തന്നെ രണ്ട് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതായത് സ്റ്റാറ്റിക് കണക്ഷൻ എന്ന് പറയുന്നത് സ്റ്റാറ്റിക് ആയിരിക്കാം അല്ലെങ്കിൽ ഡൈനാമിക് ആയിരിക്കാം. അപ്പോൾ സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താ? ആ കണക്ഷൻ എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആണ് അല്ലേ? ഒരിക്കലും മാറ്റാൻ പറ്റില്ല. ഒരു സോഴ്സിൽ നിന്ന് ഒരു ഡെസ്റ്റിനേഷനിലേക്ക് ഒരു ഫിക്സ്ഡ് കണക്ഷൻ ഉണ്ടായിരിക്കും. പക്ഷേ ഡൈനാമിക് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ചേഞ്ച് ചെയ്യാം അല്ലേ? ഒരിക്കലും ഫിക്സ്ഡ് അല്ല, ചേഞ്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഡൈനാമിക് കണക്ഷനിൽ വരുന്ന അതായത് ഇന്റർ കണക്ഷൻ തന്നെ രണ്ട് ക്ലാസിഫിക്കേഷൻ ഉണ്ട്, സ്റ്റാറ്റിക് ഉണ്ട്, ഡൈനാമിക് ഉണ്ട്. അപ്പോൾ ഡൈനാമിക്കിൽ വരുന്നതാണ് ക്രോസ് ബാർ സ്വിച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്വിച്ചസ് എല്ലാം സ്വിച്ച് നെറ്റ്വർക്ക്സ് എന്ന് പറയുന്നത് ഡൈനാമിക് ഇന്റർ കണക്ഷനിൽ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ പറയുന്നത്. സ്വിച്ച് നെറ്റ്വർക്ക്സ് പ്രൊവൈഡ് ഡൈനാമിക് ഇന്റർ കണക്ഷൻ ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. ഓക്കെ, അപ്പോൾ ഡൈനാമിക് ഇന്റർ കണക്ഷൻസ് എന്ന് പറയുമ്പോൾ എന്താ? ദേ എനേബിൾ reconfiguring of the connection structure in a system. Okay, then switch networks are classified based on following aspects. എന്തൊക്കെയാണെന്ന് നോക്കാം. Number of stages in the network, അതുപോലെ blocking or non-blocking network. Network stages, അപ്പോൾ അതിൽ രണ്ട് ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. സിംഗിൾ സ്റ്റേജ് ഇന്റർ കണക്ഷൻ നെറ്റ്വർക്ക് ഉണ്ട്, അതുപോലെ മൾട്ടി സ്റ്റേജ് ഇന്റർ കണക്ഷൻ നെറ്റ്വർക്ക് ഉണ്ട്. അപ്പം നമുക്ക് ഫസ്റ്റ് നോക്കേണ്ടത് സിംഗിൾ സ്റ്റേജ് ഇന്റർ കണക്ഷൻ നെറ്റ്വർക്ക്. നമുക്ക് ഓൾറെഡി മനസ്സിലാവുന്ന കാര്യമാണ് അല്ലേ? ഒരു സിംഗിൾ സ്റ്റേജ് ആണ് വരുന്നത്. ദി ഇൻപുട്ട് നോഡ്സ് ആർ കണക്റ്റഡ് ടു ഔട്ട്പുട്ട് വിയ എ സിംഗിൾ സ്റ്റേജ് ഓഫ് സ്വിച്ചിങ് എലമെന്റ്സ്. അപ്പോൾ ഒരു സ്വിച്ചിങ് സ്റ്റേജസ് എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും? അതായത് പ്രോസസ്സിംഗ് സ്റ്റേജസിനെയാണ് പറയുന്നത്. ഓക്കെ, അതായത് ഇൻപുട്ട് നോഡ് ഉണ്ട്, അതുപോലെ ഔട്ട്പുട്ട് നോഡ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇൻപുട്ടിൽ നിന്ന് ഔട്ട്പുട്ടിലേക്ക് എന്ത് ചെയ്യാണ്? ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാണ് അല്ലേ? സ്വിച്ചിങ് എലമെന്റ്സ് വഴിയാണ് ശരിക്കും ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ അവിടെ വരുന്ന ആ പ്രോസസ്സിംഗ് സ്റ്റേജസ് അതിനെയാണ് എന്ത് പറയുന്നത്? സ്വിച്ചിങ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു സിംഗിൾ സ്റ്റേജ് വഴിയാണ് എന്ത് ചെയ്യുന്നത്? ഒരു ഇൻപുട്ട് നോഡിൽ നിന്ന് ഔട്ട്പുട്ടിലേക്ക് കണക്ഷൻ പോകുന്നത്, ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, then input to output connection is done via a single cross point switch. Not all input can reach all output. അപ്പോൾ ഇവിടെ also known as റീസർക്കുലേറ്റിംഗ് നെറ്റ്വർക്ക്. എന്താണ് റീസർക്കുലേറ്റിംഗ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ? അതായത് ഇവിടെ ഒരു ഒറ്റ സ്റ്റേജേ ഉള്ളൂ, സിംഗിൾ സ്റ്റേജേ ഉള്ളൂ അല്ലേ? അപ്പോൾ എന്ത് ചെയ്യും? ഈ ഡാറ്റ എന്ന് പറയുന്നത്, അതായത് ഇൻപുട്ടിൽ നിന്ന് കിട്ടുന്ന ഡാറ്റ ഉണ്ടല്ലോ, ഇൻപുട്ടിൽ നിന്ന് ഔട്ട്പുട്ടിലേക്ക് എന്ത് ചെയ്യണം? ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാണ്. അപ്പോൾ ആ ഡാറ്റ എന്ന് പറയുന്നത് എന്ത് ചെയ്യാണ്? റീസർക്കുലേറ്റ് ചെയ്യാണ്. ഓക്കെ, data may have to recirculate through the single stage many times before reaching their destination. Okay, അതായത് ഇവിടെ ഒരു ഒറ്റ പ്രോസസ്സിംഗ് സ്റ്റേജ് ആണ് ഉള്ളത്. ഓക്കെ, then cheaper to build. അപ്പം അതിന് എക്സാമ്പിൾ ആണ് ക്രോസ് ബാർ സ്വിച്ച്, അതുപോലെ മൾട്ടി പോർട്ട് മെമ്മറി. ഓക്കെ, അപ്പം നമുക്ക് നോക്കേണ്ടത് ഇന്ന് ക്രോസ് ബാർ സ്വിച്ച് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഫിഗർ വരുന്നത്. ഇവിടെ സിംഗിൾ സ്റ്റേജ് നെറ്റ്വർക്ക്, അപ്പോൾ ഒരു സിംഗിൾ പ്രോസസ്സിംഗ് സ്റ്റേജ് ആണ് വരുന്നത്. നമുക്ക് അറിയാവുന്ന കാര്യമാണ്. സ്ക്വയർ ബോക്സ് എന്ന് പറയുന്നത് എന്താ? സ്വിച്ചിങ് എലമെന്റ്സ് ആണ് അല്ലേ? സ്വിച്ചിങ് എലമെന്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇവിടെ 2x2 സ്വിച്ച് ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അതായത് രണ്ട് ഇൻപുട്സും കറസ്പോണ്ടിങ് രണ്ട് ഔട്ട്പുട്ട്സ് ആണ് വരുന്നത്. അതുപോലെ ആ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് ശരിക്കും ഒരു സ്ട്രെയിറ്റ് സെറ്റിംഗ് ആണ്. അതായത് അപ്പർ ഇൻപുട്ട് എന്ത് ചെയ്യാണ്? അതായത് അപ്പർ ഔട്ട്പുട്ടിലേക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ്. അതുപോലെ ലോവർ ഇൻപുട്ട് എന്ന് പറയുന്നത് ലോവർ ഔട്ട്പുട്ടിലേക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ദെൻ ഇനി വരുന്നത് മൾട്ടി സ്റ്റേജ് ഇന്റർ കണക്ഷൻ നെറ്റ്വർക്ക് ആണ്. അപ്പം അതിൽ ഹൈ സ്പീഡ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് കമ്പോസ്ഡ് ഓഫ് പ്രോസസ്സിംഗ് എലമെന്റ്സ് ഓൺ വൺ എൻഡ് ഓഫ് ദി നെറ്റ്വർക്ക് ആൻഡ് മെമ്മറി എലമെന്റ്സ് ഓൺ ദി അതർ എൻഡ് ആർ കണക്റ്റഡ് ബൈ സ്വിച്ചിങ് എലമെന്റ്സ് അല്ലേ? അറിയാവുന്ന കാര്യമാണ്.
It consists of more than one stage of switch boxes. Okay. അപ്പോൾ ഇവിടെ പ്രോസസ്സിംഗ് സ്റ്റേജസ് എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതൽ വരെയാണ്. അതാണ് മൾട്ടി സ്റ്റേജ് ഇന്റർകണക്ഷൻ നെറ്റ്വർക്ക്. ഓക്കെ. Able to connect from any input to any output. Okay. Formed by cascading multiple single stage switches. അപ്പോൾ അതിന് എക്സാമ്പിൾ വരുന്നത് ഒമേഗ നെറ്റ്വർക്ക്, അതുപോലെ ഫ്ലിപ്പ് നെറ്റ്വർക്ക്, ബേസ് ലൈൻ നെറ്റ്വർക്ക്. ഓക്കെ, മൾട്ടി സ്റ്റേജ് നെറ്റ്വർക്കിന്റെ ഫിഗേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, അതായത് ഇൻപുട്ടിൽ നിന്ന് ഔട്ട്പുട്ടിലേക്ക് കണക്ഷൻ പോകുമ്പോൾ എങ്ങനെയാണ്, അതായത് മൾട്ടിപ്പിൾ പ്രോസസ്സിംഗ് സ്റ്റേജസ് കൂടിയാണ് പാസ് ചെയ്ത് പോകുന്നത് അല്ലേ. മൾട്ടിപ്പിൾ പാത്തുകൾ ഫോം ചെയ്യുന്നുണ്ട് അല്ലേ. സിംഗിൾ സ്റ്റേജിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഇതും എങ്ങനെ തന്നെയാണ്, 2/2 സ്വിച്ച് തന്നെയാണ്. രണ്ട് ഇൻപുട്സ് വരുന്നുണ്ട് അല്ലേ, ഇൻപുട്ട് കണക്ഷൻ ഉണ്ട്, കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ഉണ്ട്. പക്ഷെ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഒരു സിംഗിൾ പ്രോസസ്സിംഗ് സ്റ്റേജ് വഴിയാണ് പോയിരുന്നത്. ആ ഒരു പാത്ത് കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയും കോംപ്ലിക്കേറ്റഡ് അല്ലായിരുന്നു അല്ലേ, ഒരു സിംഗിൾ ആയിട്ട് ഒരു പാത്ത് തന്നെയായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോൾ എന്താ, അതായത് ഒന്നിലധികം സ്റ്റേജസ് കൂടെ, ഒന്നിലധികം പ്രോസസ്സിംഗ് സ്റ്റേജിൽ കൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഇൻപുട്ടിൽ നിന്ന് ഔട്ട്പുട്ടിലേക്ക് ആ ഒരു കണക്ഷൻ അല്ലേ പാസ് ചെയ്ത് പോകുന്നത്. ഓക്കെ ഓക്കെ ഇനി വരുന്നത് ബ്ലോക്കിംഗ് നെറ്റ്വർക്ക്സ് ആണ്. അപ്പോൾ സ്വിച്ച് നെറ്റ്വർക്ക്സ് ക്ലാസിഫിക്കേഷനിൽ ഫസ്റ്റ് എന്തായിരുന്നു, നമ്പർ ഓഫ് സ്റ്റേജസ് നോക്കിയിട്ടായിരുന്നു അല്ലേ. അപ്പോൾ അതിൽ തന്നെ സിംഗിൾ ഉണ്ട്, മൾട്ടി സ്റ്റേജ് ഉണ്ട്. ഇനി വരുന്നത് ബ്ലോക്കിംഗ് നെറ്റ്വർക്ക്സും അതുപോലെ തന്നെ നോൺ ബ്ലോക്കിംഗ് നെറ്റ്വർക്ക്സ് ആണ്. അപ്പോൾ സ്വിച്ച് നെറ്റ്വർക്ക്സ് എന്ന് പറയുന്നത് തന്നെ എന്താ, അതായത് ഡൈനാമിക് ഇന്റർ കണക്ഷൻ ആണ് അല്ലേ. അപ്പോൾ ഇവിടെ ശരിക്കും ഇൻപുട്ട് അതുപോലെ തന്നെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഫ്രീ ഇൻപുട്ട് ഔട്ട്പുട്ട് ആണ്. അതായത് പോസിബിൾ ആയുള്ള രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, റീഅറേഞ്ച് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ ബ്ലോക്കിംഗ് നെറ്റ്വർക്ക്സ് എന്ന് പറയുമ്പോൾ അങ്ങനെ റീഅറേഞ്ച് ചെയ്യുമ്പോൾ ഓക്കെ, അതായത് പോസിബിൾ ആയുള്ള എല്ലാ കണക്ഷൻസും നോക്കുമ്പോൾ കോൺഫ്ലിക്ട്സ് വരികയാണ്. ഓക്കെ, അതാണ് ബ്ലോക്കിംഗ് നെറ്റ്വർക്ക്സ് എന്ന് പറഞ്ഞാൽ. A network is called blocking if simultaneous connection of some multiple input-output pairs results in conflicts in the use of communication links. Okay, അപ്പം അങ്ങനെ വരുമ്പോൾ എന്താവശ്യമായിട്ട് വരിക, അതായത് മൾട്ടിപ്പിൾ പാസസ്, മൾട്ടി സ്റ്റേജ് ആവശ്യമായിട്ട് വരികയാണ്. മൾട്ടിപ്പിൾ പാസസ് ത്രൂ നെറ്റ്വർക്ക് മേ ബി നീഡഡ് ടു അച്ചീവ് ഇൻപുട്ട് ഔട്ട്പുട്ട് കണക്ഷൻസ്. അപ്പം അതിന് എക്സാമ്പിൾ ആണ് കൊടുത്തിരിക്കുന്നത് ഒമേഗ നെറ്റ്വർക്ക്, ബേസ് ലൈൻ നെറ്റ്വർക്ക് ആൻഡ് ഡെൽറ്റ നെറ്റ്വർക്ക്. ഓക്കെ, then non-blocking network. A network is called non-blocking if it can perform all possible connections between input and output by rearranging its connection. A connection path can always be established between any input-output pairs. അവിടെ യാതൊരു തരത്തിലുള്ള ബ്ലോക്കിംഗ് വരുന്നില്ല. ഓക്കെ, അതിന് എക്സാമ്പിൾ ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ ഓക്കെ ക്രോസ് ബാർ സ്വിച്ച്. Crossbar switch system contains of a number of cross points that are kept at intersection among memory module and processor buses path. അപ്പോൾ ഇതാണ് അതിന്റെ ഫിഗർ വരുന്നത്, ക്രോസ് ബാർ സ്വിച്ച് സിസ്റ്റം. ഇവിടെ പ്രോസസ്സേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ മെമ്മറി മൊഡ്യൂൾസ് ഉണ്ട്. ഇതിൽ എന്ത് കാണാം, അതായത് നമ്പർ ഓഫ് ക്രോസ് പോയിന്റ്സ് ഉണ്ടായിരിക്കും. അതായത് പ്രോസസ്സേഴ്സിന്റെയും മെമ്മറി തമ്മിൽ എന്ത് ചെയ്തിരിക്കുകയാണ്, മെമ്മറി മൊഡ്യൂൾസ് ആയിട്ട് കണക്ഷൻ കൊടുത്തിരിക്കുകയാണ് അല്ലെ, കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അതിന്റെ രണ്ടിന്റെയും ഇന്റർസെക്ഷനിലായിട്ട് എന്തുണ്ടായിരിക്കും, നമ്പർ ഓഫ് ക്രോസ് പോയിന്റ്സ് കാണും. അപ്പോൾ ഓരോ ക്രോസ് പോയിന്റ് എന്ന് പറയുന്നത് എന്താ, ശരിക്കും സ്വിച്ചസ് ആണ്. ഓക്കെ, ഓരോ ക്രോസ് പോയിന്റ് എന്ന് പറയുന്നതും ഓരോരോ സ്വിച്ച് ആണ്. ഈ ഓരോ സ്വിച്ചുകളാണ് എന്ത് ചെയ്യുന്നത്, അതായത് പ്രോസറും അതുപോലെ തന്നെ കറസ്പോണ്ടിങ് മെമ്മറി മൊഡ്യൂൾസ് ആയിട്ട് എന്ത് ചെയ്യുന്നത്, കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, in each cross point a small square represents a switch which obtain the path from a processor to memory module. Okay. Each switch point has control logic to set up the transfer path among memory and processor. അപ്പോൾ ഓരോ സ്വിച്ചിലും ഒരു സ്വിച്ചിങ് കൺട്രോൾ ലോജിക് ഉണ്ടായിരിക്കും. അപ്പോൾ അതെന്ന് പറയുന്നത് പ്രോസസ്സറും അതുപോലെ തന്നെ മെമ്മറി ആയിട്ട് എന്ത് ചെയ്യുന്നു, ആ ഒരു ട്രാൻസ്ഫർ പാത്ത് എന്ത് ചെയ്യുന്നു, സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പോൾ കറസ്പോണ്ടിങ് ഇപ്പോൾ ഒരു പ്രോസസ്സർ, ഇപ്പോൾ ഒരു CPU1, ഇപ്പോൾ ഒരു CPU1ന് ഇപ്പോൾ മെമ്മറി മൊഡ്യൂൾ MM1നെ എന്ത് ചെയ്യണം, അസസ് ചെയ്യണം. അപ്പം അങ്ങനെ അസസ് ചെയ്യണമെങ്കിൽ എന്ത് വേണം, അഡ്രസ്സ് വേണം അല്ലേ. അപ്പോൾ ആ അഡ്രസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് സ്വിച്ച് ഉപയോഗിച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇറ്റ് കാൽക്കുലേറ്റ്സ് ദി അഡ്രസ് വിച്ച് ഈസ് പ്ലേസ്ഡ് ഇൻ ദി ബസ് ടു ഒബ്റ്റെയിൻ വെദർ ഇറ്റ് സ്പെസിഫിക് മൊഡ്യൂൾ ഈസ് ബീങ് അഡ്രസ്ഡ്. ഓക്കെ, അപ്പോൾ CPU1ന് മെമ്മറി മൊഡ്യൂൾ 1 അതായത് MM1നെ അസസ് ചെയ്യണമെങ്കിൽ എന്ത് വേണം,
ഈ ഒരു CPU1 അല്ലേ, ആ പ്രോസസ്സർ എന്ത് ചെയ്യണം, അഡ്രസ്സ് കൊടുക്കണം. ഓക്കെ, MM1 അഡ്രസ്സ് എന്ത് ചെയ്യണം, അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. അതുപോലെ CPU2ന് MM2നെ എന്ത് ചെയ്യണം, അക്സസ് ചെയ്യണം. അങ്ങനെ അക്സസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, CPU2ൽ നിന്ന് MM2ലോട്ട് എന്ത് ചെയ്യണം, ആ ഒരു കറസ്പോണ്ടിങ് അഡ്രസ് പാസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആ അഡ്രസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആരാണ്, സ്വിച്ചസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓരോ ക്രോസ് പോയിന്റിലും ഓരോ സ്വിച്ച് വരുന്നുണ്ട്. ഓക്കെ, then in addition it eliminates multiple requests for access to the same memory modules on a predetermined priority basis. ഓക്കെ, അതായത് ഇപ്പോൾ CPU1ന് ഫസ്റ്റ് മെമ്മറി മൊഡ്യൂൾ 1 അക്സസ് ചെയ്യണം. അതുപോലെ CPU2നും MM1 തന്നെ അക്സസ് ചെയ്യണം. ഓക്കെ, അതാണ് പറയുന്നത് മൾട്ടിപ്പിൾ റിക്വസ്റ്റ് വരികയാണ്. സെയിം മെമ്മറി മൊഡ്യൂളിൽ തന്നെ മൾട്ടിപ്പിൾ പ്രോസസ്സേഴ്സിന് സെയിം ടൈമിൽ തന്നെ റിക്വസ്റ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പം അങ്ങനെ വരുന്ന സമയത്താണ് ശരിക്കും ഒരു കോൺഫ്ലിക്ട്സ് വരുന്നത് അല്ലേ, സെയിം മെമ്മറി മൊഡ്യൂൾ തന്നെ ആവശ്യമായിട്ട് വരുന്ന സമയത്ത്. ഓക്കെ, അപ്പം ആ ഒരു പ്രോബ്ലം ശരിക്കും പറഞ്ഞാൽ ഇവിടെ എലിമിനേറ്റ് ചെയ്ത് കളയുന്നുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇത് നോൺ ബ്ലോക്കിംഗ്, ഓക്കെ, നോൺ ബ്ലോക്കിംഗ് നെറ്റ്വർക്ക് ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, crossbar network. A crossbar network is a single stage network built with unary switches at the cross points. അല്ലേ, നമ്മൾ നേരത്തെ ഫിഗറിൽ കണ്ടതാണ്. Every input port is connected to a free output port through a cross point switch without blocking. It is a single stage non-blocking permutation network. അതുതന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. Then cross point switches. Cross point switch is an unary switch which can be set open or closed. Then these switches provide dynamic connections between source and destination pairs. For dynamic connection അറിയാലോ, അതായത് rearrange ചെയ്യാം അല്ലേ. Then each cross point switch provide dedicated connection path between source and destination. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ഫിഗർ റെപ്രസെൻറ്റേഷൻ തന്നെയാണ് വരുന്നത്. സെയിം ഫിഗർ തന്നെയാണ്. അപ്പോൾ അതിൽ CPU അതുപോലെ തന്നെ മെമ്മറി മൊഡ്യൂൾ അത് റെപ്രസെൻറ്റ് ചെയ്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതിലെ ഗ്രീൻ കളർ കാണുന്നത് പ്രോസസ്സേഴ്സും അതുപോലെ തന്നെ മെമ്മറി മൊഡ്യൂൾസ് ആണ് വരുന്നത്. അതുപോലെ അതിലെ സർക്കിൾ അല്ലേ, അതെന്ന് പറയുന്നത് എന്താണ്, ക്രോസ് പോയിന്റ് ആണ് അല്ലേ. ഓരോ ക്രോസ് പോയിന്റിലും ഓരോ സ്വിച്ച് ആണ് വരുന്നത്. അപ്പോൾ ഇനി വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു, അതായത് ഓരോ കറസ്പോണ്ടിങ് ക്രോസ് പോയിന്റ് സ്വിച്ചസ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, സോഴ്സിനും അതുപോലെ തന്നെ ഡെസ്റ്റിനേഷനും ഡെഡിക്കേറ്റഡ് ആണെന്ന് പറഞ്ഞു അല്ലേ, ഒരു ഡെഡിക്കേറ്റഡ് പാത്ത് ഫോം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു അഡ്രസ് വെച്ചിട്ടാണ്, ഇപ്പോൾ ഒരു CPU1ന് മെമ്മറി മൊഡ്യൂൾ 1നെ അക്സസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുന്നു, ഒരു ക്രോസ് പോയിന്റ് സ്വിച്ച് വഴിയാണ് അഡ്രസ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ അഡ്രസ് എന്ന് പറയുന്ന മെമ്മറിയിലോട്ട് എന്ത് ചെയ്യുന്നു, ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇനി പ്രോസസ്സറിന്റെ മെമ്മറിയിൽ നിന്ന് എന്ത് ചെയ്യണം, ഡാറ്റ റീഡ് ചെയ്തെടുക്കണം അല്ലേ. അപ്പോൾ ഡാറ്റ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്, ആ കറസ്പോണ്ടിങ് അഡ്രസ് മെമ്മറിയിലോട്ട് കൊടുത്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ അഡ്രസ്സ് കൊടുക്കുന്നതും അതുപോലെ തന്നെ ആ ഒരു മെമ്മറിയിൽ നിന്ന് ഡാറ്റ റീഡ് ചെയ്തെടുക്കുന്നതും എല്ലാതും സെയിം ക്രോസ് പോയിന്റ് സ്വിച്ച് വഴിയാണ് പോസിബിൾ ആവുന്നത്. ഓക്കെ, വൺസ് ദി ഡാറ്റ ഈസ് റീഡ് ഫ്രം ദി മെമ്മറി, ഇറ്റ്സ് വാല്യൂ ഈസ് റിട്ടേൺ ടു ദി requesting browser along the same cross point switch. Okay, in general such a crossbar network requires the use of n into m cross point switches. അപ്പോൾ അതിൽ n എന്ന് പറയുന്നത് എന്താ, നമ്പർ ഓഫ് പ്രോസസ്സേഴ്സ്. ഓക്കെ, m എന്ന് പറഞ്ഞാൽ എന്താ, മെമ്മറി മൊഡ്യൂൾസ് ആണ്. അതിപ്പോൾ രണ്ടും എങ്ങനെ വേണമെങ്കിലും ആവാം, അത് n into m എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യുന്നു മാത്രം. ഓക്കെ, അപ്പോൾ അതിനൊരു എക്സാമ്പിൾ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അതായത് 16 പ്രോസസ്സേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ 16 മെമ്മറി മൊഡ്യൂൾസ് ഉണ്ട്. അപ്പോൾ നേരത്തെ ഇക്വേഷൻ വെച്ചിട്ട്, അതായത് n into m അല്ലേ, അപ്പോൾ ആ ഒരു ഇക്വേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് അല്ലേ, ശരിക്കും 16 പ്രോസസ്സേഴ്സ് 16 മെമ്മറി മൊഡ്യൂൾസ്. അപ്പോൾ അത്രയും, അതായത് 16 into 16 ക്രോസ് ബാർ നെറ്റ്വർക്ക് ആണ് വരുന്നത്. അത്രയും ക്രോസ് പോയിന്റ് സ്വിച്ചസ് വേണം അല്ലേ. Then 16 memory modules can be accessed by processors in parallel. Each memory module can satisfy only one processor request at a time. അവിടെ പ്രോബ്ലം എങ്ങനെ വരിക, അതായത് മൾട്ടിപ്പിൾ റിക്വസ്റ്റ് സെയിം ടൈമിൽ തന്നെ വരുമ്പോൾ അല്ലേ. പ്രോബ്ലം അറൈസസ് വെൻ മൾട്ടിപ്പിൾ റിക്വസ്റ്റ് അറൈവ് ഫോർ സെയിം മെമ്മറി മൊഡ്യൂൾ അറ്റ് ദി സെയിം ടൈം. ഇൻ സച്ച് കേസ് ഓൺലി വൺ റിക്വസ്റ്റ് ഈസ് സർവീസ് അറ്റ് എ ടൈം. ഓക്കെ, അപ്പോൾ അത് ചെയ്യുന്നത് ശരിക്കും ആരാണ്, സ്വിച്ചസ് ആണ് അതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഫിഗർ ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ 16 പ്രോസസ്സേഴ്സ് വരുന്നുണ്ട്, അതുപോലെ തന്നെ 16 മെമ്മറി മൊഡ്യൂൾസും വരുന്നുണ്ട്.
അപ്പോൾ 16 into 16 അത്രയും ക്രോസ് പോയിന്റ് സ്വിച്ചസ് വരുന്നുണ്ട്. ഓക്കെ, ദെൻ ഇനി വരുന്നത് ക്രോസ് പോയിന്റ് സ്വിച്ച് ഡിസൈൻ ആണ്. Out of n cross point switches in each column of an n into m crossbar mesh, only one can be connected at a time. Okay, അതുപോലെ നേരത്തെ നമ്മൾ പറഞ്ഞ കേസാണ്, അതായത് സെയിം ടൈമിൽ തന്നെ ഒന്നിലധികം പ്രോസസ്സേഴ്സിന് സെയിം മെമ്മറി മൊഡ്യൂളിന് ആവശ്യമായിട്ട് വരിക, എക്സസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാണ്, ആ സ്വിച്ച് തന്നെയാണ് നോക്കേണ്ടത്. ആ പ്രയോറിറ്റി ലെവൽ വെച്ചിട്ടാണ് ഏത് പ്രോസസ്സറിനാണ് ആ ഒരു പെർട്ടിക്കുലർ മെമ്മറി മൊഡ്യൂളിനെ അക്സസ് ചെയ്യാൻ പറ്റുന്നത് അല്ലേ. ആ ഒരു പെർമിഷൻ കൊടുക്കുന്നത് സ്വിച്ചസ് തന്നെയാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു എക്സ്ട്രാ ഹാർഡ്വെയർ ആവശ്യമാണ്. ഓക്കെ, അപ്പോൾ അതാണ് പറയുന്നത്, ടു റിസോൾവ് ദി കണ്ടൻഷൻ ഫോർ ഈച്ച് മെമ്മറി മൊഡ്യൂൾ ഈച്ച് ക്രോസ് പോയിന്റ് സ്വിച്ച് മസ്റ്റ് ബി ഡിസൈൻഡ് വിത്ത് എക്സ്ട്രാ ഹാർഡ്വെയർ. Then furthermore, each cross point switch requires the use of a large number of connecting lines accommodating address, data path and control signals. Okay, this means that each cross point has a complexity matching that of a bus of the same width. For an n into n crossbar network, this implies that n square set of cross point switches and a large number of lines are needed. Okay, അതായത് ഓരോ പ്രോസസ്സറിൽ നിന്നും എന്ത് ചെയ്യണം, അഡ്രസ് അല്ലേ, അഡ്രസ് അതുപോലെ തന്നെ ഡാറ്റ അതുപോലെ കൺട്രോൾ സിഗ്നൽസ് ഇതെല്ലാം എടുക്കണം അല്ലേ. ഇതെല്ലാം സ്വിച്ചസ് ആയിട്ട് കണക്ട് ചെയ്യണം. അപ്പോൾ കണക്ട് ചെയ്യാന്ന് പറയുമ്പോൾ എന്താ, കണക്റ്റിംഗ് ലൈൻസ് വേണം അല്ലേ, കണക്റ്റിംഗ് ലൈൻസ് വേണം. അപ്പോൾ അത്രയും ലാർജ് നമ്പർ ഓഫ് ലൈൻസും ആവശ്യം തന്നെയാണ്. അതുപോലെ ഇപ്പോൾ ഒരു n into n ഒരു ക്രോസ് ബാർ നെറ്റ്വർക്ക് എടുക്കുകയാണെങ്കിൽ അവിടെ n സ്ക്വയർ സെറ്റ് ഓഫ് ക്രോസ് പോയിന്റ് സ്വിച്ചസ് ആവശ്യമായിട്ട് വരികയാണ്. ഓക്കെ ഓക്കെ, ഇത് നമുക്ക് നോക്കേണ്ടത് ഫങ്ഷണൽ ഡിസൈൻ ആണ്. ഫങ്ഷണൽ ഡിസൈൻ ഓഫ് എ ക്രോസ് ബാർ സ്വിച്ച് കണക്റ്റഡ് ടു വൺ മെമ്മറി മൊഡ്യൂൾ ഈസ് ഷോൺ ഫിഗർ. അപ്പോൾ അതിൻ്റെ ഫിഗർ നോക്കുമ്പോൾ ഇതാ പ്രോസസ്സേഴ്സ് വരുന്നുണ്ട്, CPU1, CPU2, CPU3 ആൻഡ് CPU4 അല്ലേ. ദെൻ മെമ്മറി മൊഡ്യൂൾ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ദി സർക്യൂട്ട് കണ്ടെയ്ൻസ് മൾട്ടിപ്ലെക്സേഴ്സ് വിച്ച് ചൂസ് ദി ഡാറ്റ, അഡ്രസ് ആൻഡ് കൺട്രോൾ ഫ്രം വൺ CPU ഫോർ കമ്മ്യൂണിക്കേഷൻ വിത്ത് ദി മെമ്മറി മൊഡ്യൂൾ അല്ലേ. മൾട്ടിപ്ലെക്സേഴ്സ് ആൻഡ് ആർബിട്രേഷൻ ലോജിക് വരുന്നുണ്ട്, ആ ഫിഗറിൽ കാണാം. അപ്പോൾ ആർബിട്രേഷൻ ലോജിക് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, arbitration logic established priority levels to select one CPU when two or more CPUs attempt to access the same memory അല്ലേ. ആ ഒരു കോൺഫ്ലിക്ട്സ് വരുന്ന കേസ് അല്ലേ, കോൺഫ്ലിക്ട്സ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രയോറിറ്റി ലെവൽ വെച്ചിട്ട് ഏത് CPUവിനാണ് ഫസ്റ്റ് ആക്സസ് കൊടുക്കേണ്ടത്. ഓക്കെ, സെയിം മെമ്മറി റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് അത് ചെയ്യുന്നത് ആർബിട്രേഷൻ ലോജിക് വഴിയാണ്. ഓക്കെ, ദെൻ the multiplexers can be handled by binary code which is produced by priority encoder within the arbitration logic. Okay, അപ്പോൾ ഇതെന്ന് പറയുന്നത് K2 ടെക്സ്റ്റിലെ ഈ ഒരു ഫിഗറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ് നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സിമ്പിൾ ഒരു ഫിഗറാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ എക്സാമിന് വരയ്ക്കുമ്പോൾ ഈ ഒരു ഫിഗർ വരയ്ക്കാം. സെയിം തന്നെയാണ്, ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ആർബിട്രേഷൻ ലോജിക് അത് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. അത് മാത്രമല്ല ഈ ഒരു ആർബിട്രേഷൻ ലോജിക് ഇത് എന്തിനാന്നുള്ള കാര്യം നമുക്കറിയാം അല്ലേ, അതായത് ആ കോൺഫ്ലിക്ട്സ് അവോയ്ഡ് ചെയ്യാനായിട്ട്. അപ്പം അതിൽ എന്ത് വരുന്നുണ്ട്, അതായത് ഇപ്പോൾ ഈ ഫിഗർ നോക്കുമ്പോൾ തന്നെ കാണാം, അതായത് റിക്വസ്റ്റ് അക്നോളജ്. ഓക്കെ, അതായത് സിഗ്നൽസ് വരുന്നുണ്ട്. അതായത് ഒന്നിലധികം പ്രോസസ്സേഴ്സ് സെയിം മെമ്മറി മൊഡ്യൂൾസിനെ തന്നെ റിക്വസ്റ്റ് കൊടുക്കുകയാണ്. അപ്പം അങ്ങനെ റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ ഏത് പ്രോസസ്സറിനാണ് ഇപ്പോൾ ആ ഒരു പർട്ടിക്കുലർ മെമ്മറി മൊഡ്യൂളിനെ അക്സസ് ചെയ്യാൻ പറ്റുന്നത്, അപ്പോൾ അത് കൊടുക്കുന്നത്, അത് ഡിസൈഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതായത് ആർബിട്രേഷൻ ലോജിക് വഴിയാണ് അല്ലേ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ആർബിട്രേഷന്റെ റിസൾട്ട് ആണ് ശരിക്കും അക്നോളജ് സിഗ്നൽ ആയിട്ട് തിരിച്ച് പ്രോസസറിന് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു സിഗ്നൽ കിട്ടിക്കഴിഞ്ഞാൽ പ്രോസസറിന് മനസ്സിലാക്കാം ആ ഒരു പെർമിഷൻ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ ആ പ്രോസസറിന് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു പർട്ടിക്കുലർ മെമ്മറി മൊഡ്യൂളിനെ ആക്സസ് ചെയ്യാം. റീഡ് ചെയ്യുകയാണെങ്കിൽ ഡാറ്റ റീഡ് ചെയ്യാം, റൈറ്റ് ചെയ്യുകയാണെങ്കിൽ അതിലേക്ക് ഡാറ്റ റൈറ്റ് ചെയ്യാം. ഓക്കെ, ദെൻ ആർബിട്രേഷൻ ലോജിക്കിൽ നിന്ന് എന്ത് ചെയ്യാണ്, അതായത് നേരത്തെ ഫിഗറിൽ അഡ്രസ് അതുപോലെ തന്നെ ഡാറ്റ, കൺട്രോൾ ഓക്കെ എല്ലാം ഒരുമിച്ചാണ് കൊടുത്തിരുന്നത്. ഇവിടെ ആർബിട്രേഷൻ ലോജിക്കിൽ നിന്ന് ആ ഒരു കൺട്രോൾ എന്ന് പറയുന്നത് മൾട്ടിപ്ലെക്സർ ട്രീ അല്ലേ, അതിലേക്ക് പാസ് ചെയ്യാണ് ശരിക്കും. അതായത് കൺട്രോൾ സിഗ്നൽസ് അല്ലേ, ആ കൺട്രോൾ സിഗ്നൽസിനെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ റീഡ് ഓർ റൈറ്റ് ലൈൻസ് വരുന്നുണ്ട്.
അതായത് റീഡ് ചെയ്യാം റൈറ്റ് ചെയ്യാം അല്ലേ, മെമ്മറിയിലോട്ട് റീഡ് ചെയ്യാം റൈറ്റ് ചെയ്യാം. അപ്പോൾ റീഡ് ചെയ്യാനായാലും റൈറ്റ് ചെയ്യാനായാലും എന്താവശ്യമാണ്, അഡ്രസ് ആവശ്യമാണ്. ഓക്കെ, അപ്പോൾ ഫിഗർ 7.6 ഷോ ദി സ്കീമാറ്റിക് ഡിസൈൻ ഓഫ് എ റോ ഓഫ് ക്രോസ് പോയിന്റ് സ്വിച്ചസ് ഇൻ എ സിംഗിൾ ക്രോസ് ബാർ നെറ്റ്വർക്ക്. അതുപോലെ ഈ ഒരു ക്രോസ് ബാർ സ്വിച്ച് വഴി എല്ലാ മെമ്മറി മൊഡ്യൂൾസിൽ നിന്നും സൈമിൾട്ടേനിയസ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും അല്ലേ. കാരണം എന്താ, ഓരോ മൊഡ്യൂൾസിനും സെപ്പറേറ്റ് ആയിട്ടുള്ള പാത്താണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദി ഹാർഡ്വെയർ നീഡഡ് ടു ഇംപ്ലിമെന്റ് ദിസ് സ്വിച്ച് മേ ബിക്കം ക്വൈറ്റ് ലാർജ് ആൻഡ് കോംപ്ലക്സ്. ഫോർ എക്സാമ്പിൾ, a 4-bit control signal will be generated for n equal to 16 processors. അപ്പോൾ നമ്മൾ നേരത്തെ ഫിഗർ നോക്കിയപ്പോൾ അതായത് മൾട്ടിപ്ലെക്സർ ട്രീ അല്ലെ, മൾട്ടിപ്ലെക്സർ ട്രീയുടെ ഇൻപുട്ട് ആയിട്ടാണ് എന്തിരിക്കുന്നത്, അതായത് n സെറ്റ് ഓഫ് ഡാറ്റ, അഡ്രസ് ആൻഡ് റീഡ് ഓർ റൈറ്റ് ലൈൻസ് ഇതെല്ലാം കണക്ട് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്, കണക്റ്റഡ് ടു ദി ഇൻപുട്ട് ഓഫ് ദി മൾട്ടിപ്ലെക്സർ ട്രീ. Based on the control signal received, only one out of n set of information line is selected as the output of the multiplexer tree. Then, the memory address is entered for both read and write access. അല്ലേ, അതായത് ഇപ്പോൾ റീഡ് ഓർ റൈറ്റ് ലൈൻസ് ഉണ്ട്. അതായത് റീഡ് ചെയ്യാന്ന് പറയുമ്പോൾ മെമ്മറിയിൽ നിന്ന് ഡാറ്റ റീഡ് ചെയ്യുക, റൈറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ പ്രോസസ്സിൽ നിന്ന് ഡാറ്റ മെമ്മറിയിലേക്ക് റൈറ്റ് ചെയ്യുക അല്ലേ. രണ്ടിനും എന്താവശ്യമാണ്, മെമ്മറി അഡ്രസ് എൻ്റർ ചെയ്ത് കൊടുക്കണം. In the case of read, the data fetched from memory are returned to the selected processor in the reverse direction using the data path established. Okay. ഇനി write ആണെങ്കിൽ, in the case of write, the data on the data path are stored in memory. Okay. അതുപോലെ തന്നെ നമ്മൾ ആ ഫിഗർ നോക്കുമ്പോൾ കണ്ടോ, അതായത് ആർബിട്രേഷൻ ലോജിക് അല്ലേ. അപ്പോൾ അതിലെന്ത് വരുന്നുണ്ട്, അതായത് പ്രോസസ്സറിൽ നിന്നുള്ള റിക്വസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയുള്ള ഒരു അക്നോളജ് സിഗ്നൽസ് തിരിച്ചു കൊടുക്കുന്നുണ്ട് അല്ലേ. ശരിക്കും ആർബിട്രേഷൻ ലോജിക്കിന്റെ റിസൾട്ട് ആണ് കൊടുക്കുന്നത്. അപ്പോൾ ആർബിട്രേഷൻ ലോജിക് എന്താണെന്ന് അറിയാലോ, അതായത് ആ ഒരു കോൺഫ്ലിക്ട്സിനെ അവോയ്ഡ് ചെയ്യുക അല്ലേ. അപ്പോൾ ദി അക്നോളജ് സിഗ്നൽസ് ആർ യൂസ് ടു ഇൻഡിക്കേറ്റ് ദി ആർബിട്രേഷൻ റിസൾട്ട് ടു ഓൾ ദി റിക്വസ്റ്റിംഗ് പ്രോസസ് അല്ലേ. പ്രോസസർ എന്ത് ചെയ്തു, റിക്വസ്റ്റ് ചെയ്തു, തിരിച്ച് അക്നോളജ് സിഗ്നൽ കിട്ടിക്കഴിഞ്ഞാൽ യെസ്, ആ ഒരു പർട്ടിക്കുലർ പ്രോസസറിന് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു മെമ്മറി മൊഡ്യൂളിനെ അക്സസ് ചെയ്യാം അല്ലേ. ഡാറ്റ റീഡ് ചെയ്യാനാണെങ്കിൽ റീഡ് ചെയ്യാം, അതുപോലെ തന്നെ റൈറ്റ് ചെയ്യാനാണെങ്കിൽ റൈറ്റ് ചെയ്യാം. ഒരു അക്നോളജ് സിഗ്നൽ തിരിച്ച് കിട്ടിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ആ റിക്വസ്റ്റ് ചെയ്ത പ്രോസസറിന് ആ ഒരു മെമ്മറി മൊഡ്യൂളിനെ അക്സസ് ചെയ്യാൻ പറ്റില്ല അല്ലേ. വേറൊരു പ്രോസസറിനാണ് ഇപ്പോൾ ആ ഒരു പെർമിഷൻ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ദീസ് സിഗ്നൽസ് ഇൻഡിക്കേറ്റ് ഡാറ്റ ട്രാൻസ്ഫർ ആൻഡ് യൂസ് ടു അവോയ്ഡ് കോൺഫ്ലിക്റ്റ്. Note that the data path established is bidirectional. Okay, in order to serve both read and write requests for different memory cycles. Okay, അതാണ് കൊടുത്തിരിക്കുന്നത്. Then ഇനി വരുന്നത് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ആണ്. അപ്പോൾ അതിൽ അഡ്വാൻറ്റേജസ്, നോൺ ബ്ലോക്കിംഗ്, സിംഗിൾ പ്രോസസർ can send many requests to multiple memory modules. Then n memory words can be delivered to n processors in each cycle. Offers highest bandwidth. The disadvantage, hardware complexity. Then cost effective only for small multiprocessors with few processors and few memory modules. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളിന്ന് ക്രോസ് ബാർ സ്വിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കിയിട്ടുണ്ട്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. മനസ്സിലാവാൻ വേണ്ടി തന്നെയാണ് റിപ്പീറ്റ് ആയിട്ട് കുറേ കാര്യങ്ങൾ വീണ്ടും വീണ്ടും പറഞ്ഞു പോയിട്ടുണ്ട്. ഓക്കെ, പിന്നെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് മൾട്ടി പോർട്ട് മെമ്മറി നോക്കണം. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.